നിർത്ത് ജോർദാറെ, വണ്ടി നിർത്ത്. ജോർദാറെ, ഈ സ്കൂട്ടർ പിന്നെയും കേടായി, നമ്മൾ വൈകിപ്പോകും. അത് നമ്മുടെ ബണ്ണിയുടെ സൗണ്ട് അല്ലേ? എടാ ബണ്ണി, ഈ പാട്ട വണ്ടി കൊടുത്തിട്ട് ഒരു സ്കൂട്ടർ വാങ്ങിച്ചൂടെ? അയ്യോ ക്ഷമിക്കണം മുതലാളി, മുതലാളിയുടെ അത്ര പണമൊന്നും ഞങ്ങൾക്ക് ഇല്ലല്ലോ. അതെ മുതലാളി ചിലപ്പോ സ്വർണ്ണ ബിസ്ക്കറ്റ് ആയിരിക്കും ഡെയിലി കഴിക്കുന്നത്. അവന് ദേഷ്യം പിടിപ്പിക്കല്ലേ, മൊത്തത്തിൽ കുളമാവും. ഈ സാധനങ്ങളൊക്കെ എന്തിനാ കൂട്ടുകാരെ? ഇത് ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാനുള്ള സാധനങ്ങളാ. ഞങ്ങൾ കമ്മീഷണർ സാറിന്റെ ഗാർഡൻ ഡെക്കറേഷൻ ചെയ്യാൻ പോവുകയാണ്. അതെ, അതിനുശേഷം മേയർ സാറിന്റെ വീട്ടിൽ പോണം. പിന്നീട് മാഡത്തിന്റെ ബോസിന്റെ വീട്ടിൽ പോയി ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യണം. അതിനുശേഷം ഞങ്ങള് ഓവറാക്കല്ലേ. നിങ്ങളൊക്കെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്ന ജോലി എപ്പോഴാ തുടങ്ങിയത്? അതൊരു 12 മിനിറ്റ് മുമ്പാണ്. 12 മിനിറ്റ് ആയപ്പോ കമ്മീഷണർ സാറിന്റെ ഫോൺ വന്നായിരുന്നു. ഞങ്ങൾ ഡോക്ടർ ബാലുവിന്റെ ഗാർഡൻ റെഡിയാക്കിയതുപോലെ അദ്ദേഹത്തിനും അതുപോലെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന്. അല്ലെങ്കിൽ ഞങ്ങൾ ഈ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 1 വർഷമായി. സംശയമുണ്ടോ? 1 വർഷം കൊണ്ടോ? എന്നിട്ട് പറഞ്ഞില്ലല്ലോ. പ്ലാനിങ് 1 വർഷമായിട്ട് പ്ലാൻ ചെയ്താ ദേ ഇപ്പൊ തുടക്കം ഇട്ടതേ ഉള്ളൂ. അത് നന്നായി. എന്നാൽ നിങ്ങൾ സണ്ണിയുടെ ഗാർഡൻ കൂടി ഡെക്കറേറ്റ് ചെയ്യാ. പക്ഷേ കിറ്റി, അതിനെന്താ, ഇപ്പൊ തന്നെ ചെയ്യാലോ, അതും ഫ്രീ ആയിട്ട്. സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ. കിറ്റി, ഇത് വളരെ വിലപിടിപ്പുള്ള പ്ലാൻസും പോട്ട്സുമാണ്. ഇവരെ ഞാൻ ഇതിന് അനുവദിക്കില്ല. ഇവരെ ഞാൻ എന്റെ വീട്ടിലേക്ക് കേറ്റില്ല. ഞങ്ങൾ ഇൻസൾട്ട് ചെയ്യുന്നോ? ഇവന്റെ ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യുന്നില്ല ഞങ്ങള്. ചെയ്യണം. സണ്ണി ഞങ്ങളുടെ കൂട്ടുകാരനല്ലേ, അവൻ അങ്ങനെ പറയൂ. അത് നമ്മൾ കാര്യമാക്കണ്ട. വേഗം വാ, നമുക്ക് തുടങ്ങാം. കിറ്റി, ഇന്ന് തന്നെ ഗാർഡൻ സെറ്റ് ചെയ്യാം. എന്നിട്ട് നാളെ നമുക്ക് പിക്നിക്കിന് പോകാമല്ലോ. എടാ, കിറ്റിയോടെ സംസാരിച്ചോണ്ടിരിക്കുന്നേ. ഇന്നാ പിടിക്കേ കോണി. സണ്ണി, ഒരു കപ്പും ഒരു ബക്കറ്റും കുറച്ച് വെള്ളവും വേണം. എന്തിനാ, കുളിക്കാൻ വേണ്ടിയാണോ? അല്ല, പെയിന്റ് തുറയ്ക്കാൻ വേണ്ടിയാണ്. ബണ്ണി, ഒരു യെല്ലോ ഒരു ഓറഞ്ച് അങ്ങനെ തരം തിരിച്ചു വെക്കണേ. എടാ, ചുമ്മാ സമയം കളയല്ലേ, ജോലി ചെയ്. കിറ്റി, നീ എന്റെ അടുത്തേക്ക് വാ. സണ്ണി, ഞങ്ങൾക്ക് വേണ്ടിട്ട് കുറച്ച് സമോസ കൊണ്ടുപോവാ. സമോസയല്ല, 2 ഇടി വെച്ച് തരും ഞാൻ. പണി പോലും തുടങ്ങിയിട്ടില്ല, അതിന്റെ ഇടയ്ക്ക് അവന്റെ ഒരു സമോസ. മര്യാദക്ക് പണിയെടുക്കുന്നുണ്ടോ? കിറ്റി, വാ, നമുക്ക് അകത്തേക്ക് പോകാം. എന്നിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാം. കൊണ്ടുവരൂ. എനിക്ക് ഇവിടെ നിന്ന് ഡെക്കറേഷൻ ചെക്ക് ചെയ്യേണ്ടതല്ലേ? ഇതിനെയാണ് മലർന്നു കിടന്ന് തുപ്പുക എന്ന് പറയുക. കഴുതേ, നീ എത്രയാണ് സമൂസ ചോദിച്ചത്? കഴുതകളിതാ ഇവരാണ്. അവനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഏൽപ്പിക്കുന്നത്. അതുകൊണ്ട് 1 മിനിറ്റ് കൊണ്ടാ സണ്ണി കിറ്റിയുടെ അടുത്തേക്ക് വീണ്ടും വന്നോണ്ടിരിക്കുന്നത്. ഞാൻ ആലോചിച്ച് സമൂസ മേടിക്കാൻ വിട്ടു കഴിഞ്ഞാലേ ഒരുപാട് നേരം കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. കിറ്റി, ഹോട്ട് ചോക്ലേറ്റ്. സണ്ണി, ഒന്ന് വന്നേ. ദാ ഈ കോണി കിടന്ന് ഇളകുക, ഒന്ന് പിടിക്ക്. നിനക്ക് ചുറ്റും ഇത്ര പണിക്കാരല്ലേ, അവരോട് പറയാ. നിലക്കടല വേണോ? നിലക്കടല തണുത്തതുകൊണ്ട് വേണമെങ്കിൽ ചൂടാക്കി തരാം. കന്നാ സാർ, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വിൽക്കുന്നത്? പോസ്റ്റ് ഓഫീസിൽ ചെന്നാൽ സ്റ്റാമ്പുകൾ തരും. ഇനി നിലക്കടല വിറ്റ് വീട് നോക്കേണ്ടി വരും. കന്നാ സാർ, എന്താ പറ്റിയേ? ഒരാള് ബാങ്കിൽ നിന്നും 1 കോടി രൂപ ലോൺ എടുത്തു. അതിപ്പോ തിരിച്ചടയ്ക്കുന്നില്ല. ടോമി എന്നെ ജോലി പറഞ്ഞ് വിടും. ഏത് ടോമി? ഇയാളുടെ ബോസ് ഡോഗാണ് വിശ്വനാഥ സിംഗ് റാത്തൂർ. ആ അണ്ണൻ എന്നെ കുടുക്കി കളഞ്ഞു പിള്ളേരെ. അല്ല, ഈ അണ്ണൻ ആരാ? ഖന്നാ സാറിന് ഈ അവസ്ഥയിൽ എത്തിക്കാൻ മാത്രം അയാൾ ആരാന്ന് പറയേ. ഒരു ലോക്കൽ ഗുണ്ടയാണ്. അയാൾ ഇപ്പോൾ ഒരു ലഞ്ച് ഹോം നടത്തുന്നുണ്ട്. രാവിലെ മുതൽ കച്ചവടം നടത്തുന്നതിന്റെ ദേഹത്ത് മുഴുവൻ അഴുക്കാണ്. ഇതെല്ലാം ലോക്കൽ ഗുണ്ട അണ്ണയുടെ പണിയാണ്. അടി കൈ. ഓ വേണ്ട ഹണി, ഇത് മൂടൊട്ട് ശരിയല്ല. പക്ഷെ അയാൾ എന്താ ലോൺ എടുത്ത കാശൊന്നും തിരിച്ചടയ്ക്കാത്തത്? അയാൾ ആ കാശ് മൊത്തം തിന്നു കാണും. അതെങ്ങനെ കാശ് തിന്നുന്നേ? മൊത്തത്തിൽ തൊണ്ടേ കുടുങ്ങി ചാവില്ലേ? ഹണി, ഖന്നാ സാർ ഉദ്ദേശിച്ചത് അയാളെ കാശ് തിരിച്ചു കൊടുക്കൂലെന്നാ. തിരിച്ചു കൊടുക്കാൻ താല്പര്യമെങ്കിൽ അത് അലമാരിൽ വെച്ച് പൂട്ടിയാ പോരെ. പൂപ്പലൊന്നും പിടിച്ച് നശിച്ചു പോവില്ലല്ലോ. ആ കാശ് എനിക്ക് തിരികെ കിട്ടിയില്ലെങ്കിൽ എന്റെ ബോസ് ടോമി എന്നെ ജോലി പറഞ്ഞു വിടും. ഐഡിയ, സാറിന്റെ കാശ് തിരിച്ചു കിട്ടും. ഈ അണ്ണൻ ഇപ്പൊ എവിടെ ഉണ്ടാവും? അടുത്ത ജംഗ്ഷനിൽ അയാളുടെ ലഞ്ച് ഹോം ഉണ്ട്. അവൻ ഭയങ്കര പ്ലാനിങ്ങിലാണല്ലോ. ഇനി ആ ഗാർഡന്റെ പേരും പറഞ്ഞ് 2-3 ദിവസം കിറ്റിയുടെ കൂടെ സ്പെൻഡ് ചെയ്യും. അതായത് നമ്മുടെ പിക്നിക് ക്യാൻസൽ. അതെ, അതത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ 4 പേര് ഒന്നിച്ച് നിങ്ങളുടെ ഈ ഷോക്ക് അടിച്ച മുഖം കൊണ്ട് പിക്നിക്കിന് പോയാൽ മതി. ഞാൻ എന്റെ ഗാർഡനിൽ കിറ്റിയോടൊപ്പം പിക്നിക് ആഘോഷിക്കും. ബൈ.
ഞങ്ങളുടെ പിക്നിക്കിന്റെ പ്ലാൻ നശിപ്പിച്ചു. ഇനി ആ സണ്ണി ഇതുപോലെ ഒന്നും കാണിക്കരുത്. അവനിട്ട് രണ്ടെണ്ണം കൊടുത്തിട്ടേ ഞാൻ ഇപ്പൊ തന്നെ വരാം. വേണ്ട വലിയ എപ്പോഴും വഴക്കിലൂടെ മാത്രം ശത്രുക്കളെ ഒരിക്കലും തോൽപ്പിക്കാൻ കഴിയില്ല. പിന്നൊരു കാര്യം, നമുക്ക് സഹായിച്ചും തോൽപ്പിക്കാൻ കഴിയും. ഇത് കൊള്ളാലോ. അല്പം മുൻപ് നീ ദേഷ്യം കൂടെ തിളക്കിയായിരുന്നല്ലോ. ഇപ്പോൾ മഹാ ഞാനിയെ പോലാണല്ലോ സംസാരിക്കുന്നത്. പറഞ്ഞത് ശരിയാ സോർദാറേ. ബണി, അധികം ഫിലോസഫി വേണ്ട. നീ കാര്യം തെളിച്ചു പറ. എന്താ നിന്റെ പ്ലാൻ? നമ്മൾ സണ്ണിയുടെ വീട്ടിലേക്ക് പോകും. ഒറ്റ ദിവസം കൊണ്ട് ഗാർഡൻ അലങ്കരിച്ച് അവന്റെ കയ്യിൽ കൊടുക്കും. പിന്നെ മറ്റന്നാൾ കിറ്റിയോടൊപ്പം പിക്നിക്കിനും പോകാം. എന്റെ പൊന്ന് ബണ്ണി, നിന്റെ തലക്കകത്ത് തലച്ചോറിന് എന്താ പണിമുടക്കാണോ? എന്തു പറ്റി? നീ എന്താ അങ്ങനെ പറഞ്ഞേ? എടാ, അതിനാ സണ്ണി നമ്മളെ വീടിന്റെ അകത്തേക്ക് പോലും കയറ്റില്ല. സംശയമുണ്ടോ? ആ വീട്ടിലേക്ക് കിറ്റി നമ്മളെ കയറ്റും. അല്ല, ഒരു കാര്യം മനസ്സിലായില്ല. അഥവാ നമുക്ക് ഗാർഡൻ ഡെക്കറേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വീട്ടിൽ നുഴഞ്ഞേറേണ്ട ആവശ്യം എന്താ ഉള്ളേ? ദാ ഇവന്റെ തലയിലും ഒരു ചെടി നട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു ദിവസം കൊണ്ട് പൂ വിരിയാനുള്ള മൊത്തം ചെളിയും ഈ തലക്കകത്തുണ്ട്. സംശയമുണ്ടോ? എന്റെ ഹണി, ഈ ഗാർഡനും വീട്ടിൽ തന്നെയല്ലേ ഉണ്ടാകുന്നത്. ഓ, അത് ശരി. ഞാൻ വിചാരിച്ചു. കൂട്ടുകാരെ, സമയം കളയാനില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇപ്പൊ ഓക്കെ ആണോ? നീ എന്താ ചെയ്യുന്നേ? ഞാൻ താഴെ വീഴും. സണ്ണി, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇങ്ങ് അടുത്തോട്ട് വന്നേ. ബണ്ണി, എന്താ ഈ ചെയ്യുന്നത്? ഞാൻ ദേ അവിടെ ഹാങ്ങിങ് പോട്ട് കെട്ടാൻ പോവാ. അയ്യോ, നിന്റെ പുറകിൽ ഇതാ സണ്ണി കുരുങ്ങിയിരിക്കുവാണ്. എന്ത്? എവിടെ കുടുങ്ങി സണ്ണി? എടാ, പുറകില് കോടിയിലാണ്. അയ്യോ, പുറകിലല്ല, മുകളില്. എന്റെ സണ്ണി, മുകളിൽ എവിടെയാ നീ? നിന്നെ കാണാനേ പറ്റുന്നില്ലല്ലോ. എടാ, മുകളിലല്ലടാ, പിറകെ. ആദ്യം പറഞ്ഞു മുകളിലാണെന്ന്, ഇപ്പൊ ദേ പറയുന്നു പുറകിലാണെന്ന്. ഇവൻ എന്തൊക്കെയാ ഈ പറയുന്നേ? അത് ശരി, ടൈറ്റാനിക് മുങ്ങിപ്പോയോ? സംശയമുണ്ടോ? സോറി സണ്ണി, എനിക്കറിയില്ലായിരുന്നു നീ പുറകിലുണ്ടായിരുന്നെന്ന്. ഓ, സണ്ണിയുടെ കാര്യം വളരെ കഷ്ടത്തിലായല്ലോ. സണ്ണി, പോയി മുഖം കഴുകിട്ട് വാ. കിറ്റി, അവരെ പണിയെടുക്കാൻ വിട്. നീ പിന്നീട് പോയി നോക്ക്. വാ, നമുക്ക് പോയി ഊഞ്ഞാലടി കളിക്കാം. ഓക്കെ, എനിക്ക് ഊഞ്ഞാലാടുന്നത് ഒരുപാട് ഇഷ്ടമാണ്. ഹണി, ഈ പൊട്ടിപ്പോയ ഇഷ്ടിയൊക്കെ പുറത്തു കൊണ്ട് കളഞ്ഞേക്ക്. അവര് ജോലി ചെയ്തോട്ടെ, നമുക്ക് വേറെ ഗെയിം കളിക്കാം. കിറ്റി, കാൻഡിയുടെ ജോലിയൊക്കെ കഴിഞ്ഞു. വന്ന് ചെക്ക് ചെയ്ത് നോക്ക്. എന്താ സണ്ണി ഇത്? നിനക്ക് എവിടെയെങ്കിലും അടങ്ങി നിന്നൂടെ? കിറ്റി, ഇതൊട്ടും ശരിയാവില്ല കേട്ടോ. എടാ, എന്റെ ഈ കൈ കൊണ്ട് നീ ഇതൊക്കെ കഴുകി കുളിച്ചിട്ട് വാ സണ്ണി. നന്നായി കുളിക്ക്. ചോപ്പില് മുങ്ങി കൊരങ്ങനെ പോലെയായി. കിറ്റി, നിനക്ക് ഭയങ്കര ടാലന്റ് ആണല്ലോ. മര്യാദക്ക് കോഴിയാകടാ. എന്റെ അണ്ണ, അവൻ കറക്റ്റ് ആയിട്ടാ നിക്കുന്നത്. ഇനി എന്താ മുട്ടയിട്ട് കാണിക്കണോ? നിനക്കും എന്താ കോഴിയാവണമെന്നുണ്ടോ? ഓ, ഇനി ചാടറാ. വേഗം ചാടറാ. അണ്ണ, കോഴിയല്ല തവളയാ സാധാരണ ചാടാറുള്ളത്. ഇനിയിപ്പോ അണ്ണൻ പറഞ്ഞ കോഴിയും ചാടണമല്ലോ. അണ്ണ മാപ്പ് താണ്ണ, ഞാൻ 500 രൂപ എടുത്തുള്ളൂ. ആരെങ്കിലും എന്റെ ഒരു 5 പൈസ എടുത്താൽ പോലും എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നീ 500 രൂപ എടുത്തത്. തെമ്മാടി.
അണ്ണാ എനിക്ക് മനസ്സിലാവുന്നില്ല. അണ്ണന്റെ കയ്യിലാണെങ്കിൽ ഒരുപാട് കാശുണ്ട്, പിന്നെ ഈ 500 രൂപയ്ക്ക് വേണ്ടി വെറുതെ കാശിനെ ബഹുമാനിച്ചാൽ മാത്രമേ അത് നമുക്ക് കിട്ടുള്ളൂ. അതുകൂടാതെ കയ്യിൽ കുറച്ച് കാശുണ്ടെങ്കിൽ കുറച്ച് അടിച്ചു പൊളിക്കൊക്കെ വേണ്ടേ? അണ്ണന്റെ കയ്യിൽ കോടിക്കണക്കിന് കാശില്ലേ, പിന്നെന്തിനാ ഇവിടെ ഇങ്ങനെ ലഞ്ച് ഹോം തുറന്നിട്ടിരിക്കുന്നത്? നല്ലൊരു 5 സ്റ്റാർ ഹോട്ടൽ തുടങ്ങിയാ പോരെ? ബാങ്കിനെ വിറ്റ് കാശാക്കി തന്നെയാണ് ഞാൻ ഇത്രയും പൈസ ഉണ്ടാക്കിയത്. ഹോട്ടൽ ഞാൻ തുടങ്ങിയിട്ട് മറ്റുള്ളവർ ഇരുന്ന് സൂക്ഷിക്കുന്നത് ഞാൻ കാണണോ? രാവിലെ എന്തിനാണ് നമ്മൾ യോഗ ചെയ്യുന്നത്? നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? അടികൈ, ഇപ്പൊ കൈയടിക്കണോ അതോ ഞങ്ങൾ കന്നസാറിന്റെ കാശ് തിരിച്ചു വാങ്ങാൻ പോണോ? പറ. നിങ്ങൾ കാശ് വാങ്ങിക്കാൻ വെക്കോ, പക്ഷെ ഇത് കൂടെ പറ, നിങ്ങൾ എന്തിനാണ് പെൺവേഷം കെട്ടുന്നത്? ഞങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചു, അയാൾ പെണ്ണുങ്ങളോട് നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. ഇനിയിപ്പോ അയാൾ നമ്മുടെ കെണി വീഴും. സിറ്റിയുടെ നടുക്കായി ഉണ്ടൊരു ചന്ത. നിങ്ങൾ പ്രയോഗിക്കാൻ പോകുന്ന വിദ്യ എന്താ? ഞങ്ങൾ ബാങ്ക് ഉദ്യോഗസ്ഥരായിട്ട് പോകും, എന്നിട്ട് ബാങ്കിൽ നിന്ന് നല്ലൊരു ലോൺ ഓഫർ ചെയ്യും. അങ്ങനെ ആ മണ്ടനെ കുടുക്കി താങ്കളുടെ പൈസ ഞങ്ങൾ തിരികെ വാങ്ങിത്തരും. ഹോയ് ഹോയ്, അടികൈ. ആദ്യം കന്നസാർ ഒരു കവിത ചൊല്ലി കേൾപ്പിക്കേ. എന്റെ പിള്ളേരെ, ഞാൻ എന്റെ ഈ കവിത കേട്ടതിനല്ല, നിങ്ങളുടെ ഈ പ്ലാൻ കേട്ട് കൈയടിക്കാൻ പറഞ്ഞതാ. ആദ്യം ഇതൊന്ന് സക്സസ് ആവട്ടെ, പിന്നെ നമുക്ക് കയ്യും അടിക്കാം, താങ്കളുടെ വക ഒരു പാർട്ടി നടത്താം. സംശയമുണ്ടോ? ഡൺ. പക്ഷെ നിങ്ങൾ സൂക്ഷിക്കണേ, അയാൾ വളരെ അപകടകാരിയാണ്. ആ ഏരിയ മൊത്തം അയാളുടെ ഗുണ്ടകളാണ്. അത് കുഴപ്പമില്ല, ഞങ്ങൾ അടുത്ത് തന്നെ ഉണ്ടാവും. എന്തെങ്കിലും സംഭവിച്ചാൽ ഞങ്ങൾ ഉടൻ തന്നെ ഓടിയെത്തും. കന്ന സാറേ, ആ അണ്ണനെ ഒന്ന് ഫോൺ വിളിച്ചേ. ഹലോ, ഞാൻ സംസാരിക്കുന്നത് അണ്ണയോടാണോ? നിങ്ങൾ ആരാണ്? ഓക്കെ സാർ, ഞങ്ങളൊരു സന്തോഷ വാർത്ത അറിയിക്കാനാ വിളിച്ചേ. ഞങ്ങളുടെ ബാങ്ക് താങ്കൾക്ക് 5 കോടി രൂപ ലോണായി തരാൻ ആഗ്രഹിക്കുന്നു. എന്ത് പറയുന്നു? അയ്യോ, 5 കോടിയോ? കൂടുതലാണോ? എങ്കിൽ ഞങ്ങൾ കുറയ്ക്കാം. അയ്യോ വേണ്ട വേണ്ട, 5 കോടി തന്നെ വേണം. ഓക്കെ സാർ, കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്, താങ്കളുടെ സൈൻ വേണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് സാറിനെ കണ്ട് എല്ലാം സൈൻ ചെയ്ത് വാങ്ങും. ഞങ്ങൾക്ക് മിസ്റ്റർ അണ്ണയെ കാണണം. ഞാൻ തന്നെയാണ് അണ്ണ, ഞാൻ തന്നെയാണ് അണ്ണൻ. എന്താ പറഞ്ഞോളൂ. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും നിങ്ങൾ അണ്ണയാണെന്ന്? 5 കോടിയുടെ കാര്യമാ. അണ്ണ ഈ ഞാൻ തന്നെയാണ്. നിങ്ങൾ ആരോട് വേണമെങ്കിലും ചോദിച്ചോ. ആ അതെ, ഇദ്ദേഹം തന്നെയാണ് അണ്ണൻ. നിങ്ങൾ പറഞ്ഞിട്ട് എന്ത് പ്രയോജനമുള്ളത്? ഞങ്ങൾക്ക് തെളിവാ വേണ്ടത്. ദാ നിങ്ങൾ പേര് നോക്കിയേ, അണ്ണ ലഞ്ച് ഹോം. ഇതൊക്കെ എന്ത് തെളിവാ? ഇതിന്റെ പേര് താജ്മഹൽ ലഞ്ച് ഹോം എന്നായിരുന്നെങ്കിൽ നിങ്ങൾ ഷാജഹാനാണെന്ന് ഞങ്ങൾ കരുതണമോ? ഇനിയിപ്പൊ ഞാൻ എന്ത് തെളിവെടുത്ത് തരാനാ? ഫോൺ ഫോൺ ദാ നിങ്ങൾ എന്നെ ഫോൺ ചെയ്തിരുന്നതാണ്, നമ്മൾ തമ്മിൽ സംസാരിച്ചതുമാണ്. ദാ കണ്ടില്ലേ കോൾ? എവിടെ നോക്കട്ടെ. ഇവരെന്തൊക്കെയാ കാട്ടിക്കൂട്ടുന്നത്? കള്ളി വെളിച്ചത്താവും. സംശയമുണ്ടോ? ഹലോ ഹലോ, ഞാൻ അണ്ണയുടെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നത്. ഞാൻ എന്റെ ഫോണിൽ നിന്നാ സംസാരിക്കുന്നേ. സെയിം ഫോണാണ്. ഞങ്ങൾക്ക് സംശയമില്ല, നിങ്ങളാണ് അണ്ണ. എന്നാ പിന്നെ നിങ്ങൾ എല്ലാരും ദാ അവിടെ ഇരുന്നാട്ടെ. സാർ, ഡീറ്റെയിൽസ് ഒന്ന് നോക്കിയാലോ? തീർച്ചയായും. പേര് സർവപ്പള്ളി കർണപ്പള്ളി രാധാപ്പള്ളി ടി വെങ്കിടേശ മുതലിയാർ. അയ്യോ, ഇത്രയും പേർക്ക് ലോൺ വേണമായിരുന്നോ? ഇതെല്ലാം തന്നെ എന്റെ മുഴുവൻ പേരാണ്. ഇവളൊരു തമാശക്കാരിയാ. നിങ്ങളുടെ ജനന തീയതി 1/1/1981 അല്ലേ? അതെ, ടീ സ്റ്റാൾ ജംഗ്ഷൻ, അണ്ണ ലഞ്ച് ഹോം, ശ്രീവാസ്തവ നഗർ, സെക്കൻഡ് ബിൽഡിംഗ്, ഗാന്ധി റോഡ്. ദാ കഴിഞ്ഞു. ഞാൻ ലോൺ എടുത്ത ബാങ്കിലെ എല്ലാ എമൗണ്ടിന്റെ കാര്യവും ദാ ശരിയാക്കി കഴിഞ്ഞു. കൊച്ചളിയാ, കാര്യങ്ങളൊക്കെ ശരിയായില്ലേ? ഇപ്പൊ ഈ മണ്ടനുള്ള കാശ് മൊത്തം തിരിച്ചടച്ചിട്ടുണ്ട്. ഈ അണ്ണയോട് ചതിയോ? ഒരുത്തരും ഇവിടെ രക്ഷപ്പെട്ടു പോയില്ല. പിടിക്കാവുമാരെ.
കയ്യിലുള്ള കാശെടുക്ക്, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ കെട്ടിപ്പിടിക്കും. കെട്ടിപ്പിടിച്ചോ, പക്ഷേ കാശ് ഞാൻ ഒരിക്കലും തരില്ല. വിടന്നെ, വിടു വിടു, എന്നെ വിടൂ, വിടൂ. എടാ ദാ നോക്കിയേ, റോബോട്ട് ആൾക്കാരെ കൊള്ളയടിക്കുന്നു. സംശയമുണ്ടോ? എനിക്ക് സംശയമുണ്ട്. കൊള്ളയടിക്കുമ്പോ ഏതായാലും ആരും കെട്ടിപ്പിടിക്കില്ലല്ലോ. ഹണി, എന്ത് പറ്റി? നിനക്ക് ഷോക്ക് അടിച്ചോ? അയ്യോ അമ്മച്ചി, അല്ല ഭയങ്കര തണുപ്പുണ്ട്. ഓഹോ, ഇവൻ ഹണിയെ തണുപ്പിച്ച് കൊല്ലറാക്കി. ഇനി ഈ കള്ളനെ ഒരു പാഠം പഠിപ്പിച്ചേ മതിയാവും. ഒന്നാണോ? എല്ലാത്തിനും ഞാൻ കെട്ടിപ്പിടിക്കും. ഇതൊരു വല്ലാത്ത കള്ളനാണല്ലോ. ഇത് വല്ലാത്ത തണുപ്പാണ്. പിന്നെ ഞാൻ എന്തുവാ പറഞ്ഞത്? ചൂടാണെന്നാണോ? ഇവനെ തൊട്ട് കഴിഞ്ഞാൽ നമ്മൾ ഐസാവും. വേഗം വടി കൊണ്ടങ്ങാൻ അടിക്ക്. ഇവനെ മെറ്റൽ കൊണ്ടാണ് ഉണ്ടാക്കിയത്. കൊച്ചളിയ, ആദ്യമായിട്ടാണ് ഒരു കള്ളൻ കൊള്ളയടിച്ചതിന് ശേഷം നമ്മുടെ കൺമുമ്പിൽ കൂടെ രക്ഷപ്പെട്ടു പോകുന്നത്. അതെങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഈ പോപ്പെട്ട് ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. ഞാൻ ഇപ്പൊ തന്നെ കണ്ടുപിടിക്കാം അതാരാണെന്ന്. സംശയമുണ്ടോ? പറക്ക് പോപ്പട്ടെ, പറക്ക്. പോപ്പട്ടെന്തായാലും അവന്റെ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടേ തിരിച്ചു വരികയുള്ളൂ. അവൻ നമ്മുടെ കൂട്ടുകാരനല്ലേ? സംശയമുണ്ടോ? അതിലൊരു സംശയമില്ല. സ്പൈഡർ, നിന്റെ ടീം തയ്യാറല്ലേ? ഹോയ് ഹോയ് ഹോയ്, എല്ലാരും തയ്യാറാണ്. ഞങ്ങൾ അവനെ പിടിക്കുമ്പോ നീ അവന്റെ ചെവിക്കകത്തോട്ട് കയറണം. അപ്പൊ അവൻ ശരിക്ക് പേടിച്ച് പുറത്തേക്ക് വരും. ശരി, ആയിക്കോട്ടെ. എപ്പോ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാ മതി. അവന് ഭയങ്കര തണുപ്പാണ്. നമ്മൾ എങ്ങനെ അവനെ പിടിക്കുക? പേടിക്കണ്ട, നല്ല കയറുപേശ അവനെ നമുക്ക് പിടികൂടാം. പിന്നീട് എല്ലാത്തിനും നമുക്ക് അവനെ ലോക്ക് ചെയ്യാം. പിന്നെ ആ കള്ളന് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല. ആ കള്ളൻ അതിന് വന്നിട്ടില്ലല്ലോ, പിന്നെന്തിനാ ഇപ്പോഴേ അഭിനയിക്കുന്നത്? വേഷം വിട്ട് കഴിഞ്ഞാൽ ഞാൻ അപ്പൊ തന്നെ ക്യാരക്ടറായിട്ട് മാറും. കഴിഞ്ഞ പ്രാവശ്യം ഒരു കള്ളനെ പിടിക്കാൻ പോയപ്പോൾ അബദ്ധം പറ്റിയതാണ്. ഇപ്രാവശ്യം അത് സംഭവിക്കാൻ പാടില്ല. ക്യാരക്ടർ ഓക്കെയാണ്, പക്ഷെ എല്ലാരും അവരുടെ പൊസിഷനിൽ നിൽക്കണം. കള്ളൻ എപ്പോ വേണമെങ്കിലും വന്നേക്കാം.
ഇത് 2 ലക്ഷം രൂപയുടെ മാലയാണ് സാർ. പോപ്പട്ടിനെ മുളക് കഴിക്കാൻ പഠിപ്പിക്കണ്ട. ഇതിന് ഭയങ്കര വിലയാണ്. വേറെ മാലയുണ്ടാ? നീ ഇപ്പൊ മാല അങ്ങ് ശരിക്കും വാങ്ങാൻ പോവാണോ? ഇത് വാങ്ങിയാ മതി. സംശയമുണ്ടോ? വരണം സാർ, ജുവലറിയിലേക്ക് സ്വാഗതം. കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ദൈവത്തെ പോലെയാ കാണുന്നത്. സാർ ഇത് എങ്ങോട്ടാ പോകുന്നേ? നല്ല കളക്ഷനൊക്കെ ഇതാ ഇവിടെയാ ഉള്ളത്. സ്പൈഡർ അറ്റാക്ക്! സ്പൈഡർ അവന്റെ ചെവിയിലേക്ക് ചാടി കയറ്. അയ്യോ ഭയങ്കര തണുപ്പാണ്. പിന്നെങ്ങനെയാ ചെവി വരെ എത്തുന്നത്? ഐഡിയ! സ്പൈഡർ ഈ 2 ചുവരുകൾക്ക് നടുവിൽ ഒരു വല കെട്ട്. ഇനി എല്ലാരും ഇങ്ങോട്ട് വാ. അയ്യോ കേറി കേറി 8 കാലി കേറി 8 കാലി കേറി 8 കാലി കേറി അയ്യോ 8 കാലി 8 കാലി 8 കാലി കേറി 8 കാലി